ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Danfoss VFDയുടെ ഒരു കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷനാണ്. അതിൻ്റെ പാരാമീറ്റർ സെറ്റിങ്സും അതിൻ്റെ കണക്ഷൻസും വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് Danfoss VFDയുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ നെയിം പ്ലേറ്റ് എന്ന് പറയുന്നത്. Danfoss എന്നുള്ള ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. FC051 P1K5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് FC051 എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി സൂചിപ്പിക്കുന്നതാണ്. അതായത് ഈ Danfossന് തന്നെ മറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. FC360, FC301, FC302 അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അവൈലബിൾ ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് FC051 എന്ന് പറയുന്ന മൈക്രോ ഡ്രൈവാണ് നമ്മൾ അൺബോക്സിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന 1.5, അതായത് P കഴിഞ്ഞ് വരുന്ന 1ഉം 5ഉം സൂചിപ്പിക്കുന്നത് 1.5 kW റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതായത് 2 HP ഡ്രൈവാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ്. പിന്നെ അതുപോലെ ഇവിടെ 240 വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ ഫേസ് ഡ്രൈവിനെ സൂചിപ്പിക്കാനാണ്. അതുപോലെ 18.7 ആംപ്സ് ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. പിന്നെ ഔട്ട്പുട്ടിലും അതുപോലെ 6.8 ആംപ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ഓഫ് കോഴ്സ് ഇതിൻ്റെ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതായത് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ആദ്യം തന്നെ മാനുവൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ വയറിംഗ് ഡയഗ്രാം മറ്റു കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ മാനുവൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രബിൾ ഷൂട്ടിങ്ങിനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. വയറിംഗ് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് ഡിസ്പ്ലേ കീപാഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ആക്ച്വലി കീപാഡ് നമുക്ക് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇപ്പോൾ കീപാഡ് വേണ്ട, ഓൾറെഡി പ്ലാന്റിനകത്ത് ഉണ്ട്, അതായത് വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീപാഡ് ആവശ്യമില്ല എന്നുള്ള കേസിലാണെങ്കിൽ നമുക്ക് കീപാഡ് ഇല്ലാത്ത രീതിയിലും വാങ്ങിക്കാം. അവർ കീപാഡ് അവിടെ ചെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ പർച്ചേസ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിൻ്റെ കീപാഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരോട് വേണമെങ്കിൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീപാഡ്. നമുക്കിതിനകത്ത് ഫിക്സ് ചെയ്യാം. ഓക്കെ, കീപാഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാണുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്കിതേപോലെ ഇതിനകത്ത് വയറിംഗ് കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ടെർമിനൽസ് നോക്കാം. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ അതായത് ഡെമോ ഇനി നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് 53, 55, 56 ഇതിലാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ 12ഉം 8ലുമാണ് ഫോർവേഡും റിവേഴ്സിൻ്റെയും കണക്ഷൻ നമ്മൾ വരുന്നത്. 12ഉം 18, 19 ഈ 3 ടെർമിനൽ ഫോർവേഡ് റിവേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ റിലേ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് ലോജിക്ക് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ലോജിക്കൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ റിലേ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇവിടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവർ. നമ്മൾ ബോക്സിൽ കണ്ട പോലെ തന്നെ ഇതിനകത്തൊരു സ്റ്റിക്കർ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1.5 kW 2 HP സിംഗിൾ ഫേസ് ഡ്രൈവാണ്, 18 ആംപ്സ്. അതുപോലെ ഔട്ട്പുട്ട് 6.8 ആണ്. പിന്നെ മോഡൽ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, FC051 എന്ന് പറയുന്നത്. സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം. ഇതാണ് VFD. Danfoss എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കണക്ഷൻസ്, ഇതാണ് അതിൻ്റെ ടെർമിനൽസ്. ഇപ്പോൾ 12, 18, 19 അങ്ങനെ കാണിച്ചിട്ടുള്ള ടെർമിനൽസ്, ഇതെല്ലാം അതിൻ്റെ ടെർമിനൽസ് ആണ്. പിന്നെ നമുക്കിതിനകത്ത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫംഗ്ഷൻ ഇതിൻ്റെ കീപാഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു റിമോട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഫോർവേഡും ഒരു റിവേഴ്സും 2 സെലക്ടർ സ്വിച്ച് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്.
അതായത് ഇത് ഒരു സെലക്ടർ സ്വിച്ച്, ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഇത് ഫോർവേഡ് കറങ്ങും. പിന്നെ ഇതിൻ്റെ മോട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്, യു ക്യാൻ സീ ദ മോട്ടർ. സോ ഇത് ഒരെണ്ണം ഫോർവേഡിനും ഒരെണ്ണം റിവേഴ്സിനുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെയിം പ്ലേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കിലോവാട്ട് 0.37 കിലോവാട്ടാണ്, 3 ഫേസ് മോട്ടർ, ആംപ്സ് 1 ആംപ്സ് ആണ് ഇതിനകത്തുള്ളത്, 50 ഹെർട്സ്. ഈ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം മോട്ടറിൻ്റെ RPM 1440 ആണ്. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഈ VFDയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ പവർ അപ്പ് ചെയ്യാം. പവർ അപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ കീപാഡിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. മെനു ബട്ടൺ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഉണ്ട്, ഓക്കെ ആൻഡ് ബാക്ക്, പിന്നെ ഓഫ് റീസെറ്റ്, ഓട്ടോ ഓൺ, ഹാൻഡ്സ് ഓൺ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്, ഇത് അതിൻ്റെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ഇതിൻ്റെ മെനു, അതായത് ഇതിൻ്റെ പാരാമീറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് കുറച്ച് പാരാമീറ്റർ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഫോർവേഡും അതുപോലെ റിവേഴ്സും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കറങ്ങുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പാരാമീറ്റർ അതിനകത്ത് സെറ്റ് ചെയ്യണം. അത് കൂടാണ്ട് മോട്ടറിൻ്റെ പാരാമീറ്ററും ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ VFDക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. VFDക്ക് ഏത് തരം മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് VFDക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പാരാമീറ്റർ അതിനകത്തേക്ക് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് പാരാമീറ്റർ ഏതാണെന്ന് നോക്കാം, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മെനു ബട്ടണിലേക്ക് വരാം. മെനു ബട്ടൺ നമ്മൾ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പോകേണ്ടത് 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 1.20 മോട്ടറിൻ്റെ കിലോ വാട്ട് വരുന്നത്. നമുക്ക് നോക്കാതെ 1.20, ഇപ്പോൾ ഇവിടെ 0.75 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു ഓക്കെ ബട്ടൺ, ഇതിനകത്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനെ താഴേക്ക് കൊണ്ടുവരിക. 3.7 കിലോ വാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ മോട്ടറിൻ്റെ പാരാമീറ്റർ വന്നിട്ട് 3.7 കിലോ വാട്ടാണ്. അപ്പോൾ നമ്മളത് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 1.22 ആണ്. അതിനകത്ത് വോൾട്ടേജ് ആണ് ഇവിടെ 230 വോൾട്ടേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വോൾട്ടേജ് വന്നിട്ട് 440 വോൾട്ടേജ് ആണ്, 440 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ 440 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് നോക്കേണ്ടത് 1.23, അതായത് ഫ്രീക്വൻസിയാണ്. അത് ഓൾറെഡി ഇവിടെ 50 ഹെർട്സ് ആണ്, ഇവിടെയും 50 ഹെർട്സ്. മോട്ടറിൻ്റെ നെയിം പ്ലേറ്റ് 50 ഹെർട്സ് ആണ്. ഓക്കെ, നമുക്ക് ആ പാരാമീറ്റർ ഒഴിവാക്കാം. അടുത്തത് 1.24 ആണ്. 24-നകത്ത് ആംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 1.09 കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ 1 ആംസ് ആണ് മോട്ടറിൻ്റെ ആംസ്. അപ്പോൾ നമ്മൾ 1 ആംസിലേക്ക് ഇത് കൊണ്ടുവരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് 1.25ലേക്ക് പോകാം. ഇവിടെ RPM ആണ് സെറ്റ് ചെയ്യേണ്ടത്, മോട്ടറിൻ്റെ RPM. ഇവിടെ നിലവിൽ 1440 ആണ്, 1414 ആണ് RPM. അപ്പോൾ നമ്മളത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. ഈ മോട്ടറിൻ്റെ RPM-ഉം അതുപോലെ ആംസും കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ മോട്ടറിൻ്റെ 100% പെർഫോമൻസ് നമ്മൾ VFDയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പെർഫോമൻസ് ലോ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതായത് ഇതിൻ്റെ കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. 3.15 എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. 3.15 ആക്ച്വലി 1 ആണ് വെക്കേണ്ടത്. അത് ഈ പൊട്ടൻഷ്യോമീറ്ററിലേക്കുള്ള കണക്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ നിലവിൽ വന്നിട്ട് ഈ നോബിലാണ് നമ്മൾ കണക്ഷൻ ഉള്ളത്. അപ്പോൾ അത് ഇതിൽ പുറത്ത്, അതായത് റിമോട്ടിലേക്കുള്ള കണക്ഷനിലേക്ക് മാറ്റാനാണ് ഈ സെറ്റിങ്സ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഓൾറെഡി 1 ആണ്. ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത് 5.10 ആണ്. 5.10 പോയിട്ട് ആക്ച്വലി 8 വെക്കണം. അത് ഓൾറെഡി 8 തന്നെ കിടക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ട്, അത് ഫോർവേഡ് ഡയറക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഈ സെലക്ടർ സ്വിച്ചിൻ്റെ കണക്ഷൻ, ഈ സെലക്ടർ സ്വിച്ച് ഇത് ഫോർവേഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണക്ഷൻ്റെ പ്രോഗ്രാമാണ് ഇത്. 5.10 നമ്മൾ 8 വയ്ക്കുക. അടുത്തത് 5.11 നമ്മൾ 11 ആണ് വെക്കേണ്ടത്. അതും ഓൾറെഡി
പ്രീസെറ്റാണ്. അപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ട്, അതായത് റിവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പുഷ് ബട്ടൻ്റെ കണക്ഷനാണ് അത് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ പുഷ് ബട്ടൺ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് ലോഡാണ്. ഇനി നമുക്കിതിൻ്റെ ഡെമോ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ കണക്ഷൻസ്, ഈ 3 ബട്ടൺ ഉണ്ടോ, ഇത് ഒന്ന് ഹാൻഡ്സ് ഓൺ മോഡാണ്. അതായത് ഈ പറയുന്ന റിമോട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഈ VFD തന്നെ, VFDയുടെ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ്സ് ഓൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓഫ് റീസെറ്റ്, അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ ഓട്ടോ എന്നുള്ള ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. ഈ ബട്ടൺ വന്നിട്ട് റിമോട്ട് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ റിമോട്ടിലേക്ക് മാറ്റി, ഇപ്പോൾ മോട്ടോർ റൺ ആവുന്നുണ്ട്. ഈ നോബിൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സ്പീഡ് കുറയുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് 30 ഗ്രാജുവലി അത് കുറഞ്ഞു വരുന്നുണ്ട്. ഈ നോബാണ് ഞാൻ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോബ് തിരിക്കുമ്പോഴാണ് അത് സ്പീഡ് കുറയുന്നത്. ഇവിടെ രണ്ടും ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ വളരെ സ്പീഡ് കുറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ സ്പീഡ്, മാക്സിമം ലോ സ്പീഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതിനെ. VFD വളരെ സ്ലോ സ്പീഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഫോർവേഡിലാണ് ഇപ്പോൾ കറങ്ങുന്നത്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് റിവേഴ്സിലേക്ക് കറക്കാം. ഇതിനകത്ത് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് കറങ്ങുന്നുണ്ട്. ഈ ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ 2 പുഷ് ബട്ടൺ കൊടുക്കുന്നത്, ഒന്ന് ഫോർവേഡിനും ഒന്ന് റിവേഴ്സിനും. ഇത് നമുക്ക് ആവശ്യാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതിനകത്ത് ധാരാളം ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഒന്ന് ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ്, പിന്നെ ഒരു 2 പുഷ് ബട്ടൺ വഴിയാണ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള കണക്ഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് കണക്ഷൻസ് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആവേണ്ട എന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങാത്തത്. ഓക്കെ, ഇതിപ്പോൾ റിമോട്ട് ഓപ്ഷൻ നമ്മൾ ഓട്ടോ ബട്ടണിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ ഇതിനെ ഹാൻഡ്സ് ഓണിലേക്ക് പോകാം. സപ്പോസ് ഈ പറയുന്ന പുഷ് ബട്ടൺസോ അല്ലെങ്കിൽ ഈ റിമോട്ടിലുള്ള, അതായത് പൊട്ടൻഷ്യോമീറ്ററോ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പകരം താൽക്കാലികമായിട്ട് നമുക്ക് ഈ ഹാൻഡ്സ് ഓൺ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഹാൻഡ്സ് ഓണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ വർക്കാവില്ല. ഇനി ഇതിനകത്ത് തിരിച്ചു കഴിഞ്ഞാൽ ആ കണക്ഷൻ വർക്കാവില്ല. അതേപോലെ ഈ പുഷ് ബട്ടണും വർക്കൗട്ട് ആവില്ല. ഇതിൻ്റെ കണക്ഷൻ ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. കാരണം ഈ ഓട്ടോയിൽ നിന്ന് ഹാൻഡ്സ് ഓണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന എല്ലാ കണക്ഷൻസും ഡിസ്കണക്ട് ചെയ്യും. ഇനി നമുക്ക് ഹാൻഡ്സ് ഓണിലായതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഓൺ സിഗ്നൽ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ നോബ്, ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫംഗ്ഷൻ നേരെ ഈ കുഞ്ഞു നോബിലേക്ക് വന്നു. അപ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോട്ടോർ ഫുൾ സ്പീഡിലേക്ക് കറങ്ങും. ഇപ്പോൾ നമ്മൾ 50 ഹെർട്സ് ആണ്. ഇനി തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് സ്പീഡ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, ലോ സ്പീഡിലേക്ക് കൊണ്ടുവരാം. ഇതിനകത്ത് മോട്ടോർ വളരെ ലോ സ്പീഡിലാണ്. ഇപ്പോൾ നമ്മൾ ഈ നോബ് വഴിയാണ്, ഈ ഡിസ്പ്ലേയിലുള്ള നോബ് വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഓഫ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫിലേക്ക് പോകും. VFD ഓഫായി. അപ്പോൾ ഇതാണ് മാനുവൽ മോഡും ഓട്ടോ മോഡും തമ്മിലുള്ള ഡിഫറൻസ്. പല രീതിയിലുള്ള ലോജിക്ക് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്താണ് ഈ റിലേൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഇതിവിടെ റിലേ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്തൊരു കോമൺ ഉണ്ടാവും, NO NC, അങ്ങനെ 3 ടെർമിനലുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം ലോജിക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ചെയ്ത ഡെമോൺസ്ട്രേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റോ ഉണ്ടെങ്കിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, മാനുഫാക്ചറിങ് കമ്പനികൾ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ ഓട്ടോമേഷൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ ട്രേഡിങ്ങും സർവീസ് പ്രൊവൈഡിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്ട്സും ഓട്ടോമേഷൻ PLC എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന പലതരം പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ മാനുവൽസും നമ്മൾ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വീഡിയോ ദയവേത് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.